പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447062266. പാഞ്ഞാളിലെ ആലിൻചുവട് ചൂനിക്കാട് റോഡിന്റെ ദുരിതത്തിൽ റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസം റോഡ് തടഞ്ഞതിൽ പരിഹാരമായി പൊടിശല്യം അകറ്റാൻ വെള്ളം നനയ്ക്കുന്നത് പേരിനു മാത്രമാക്കി മാറ്റിയെന്നും ശ്വാസം മുട്ടലടക്കമുള്ള ഗുരുതരമായ അവസ്ഥയിലാണ് തങ്ങളെന്നും നാട്ടുകാർ പ്രതികരിച്ചു. പൊടി വലിച്ചെത്തിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ രോഗികൾ അവിടെയുള്ളവരെല്ലാവരും അധികം പേര് അടുത്തുള്ളവരൊക്കെ തന്നെ. അതാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയത് ടാറിട്ട് തരിക എല്ലാം ചെയ്യണം. കാസർമുട്ടുകാരേ ഉള്ളൂ എല്ലാവരും. വേണ്ട, എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഗണിച്ച് തരണം. പൊടി വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞാൽ ഇവർ ഈ നടുക്കൂടെ വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് പൊടിശല്യം ഭയങ്കരമാണ്. സൈഡിൽ കൂടെ ഒരു വണ്ടി കൂടെ വരുമ്പോഴത്തേനും പിന്നെ പൊടി വരയ്ക്കാത്തോട്ട് മൊത്തം കയറും. അങ്ങനെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ. അതുകൊണ്ട് എങ്ങനെയായാലും എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് തരാനാണ് ഞങ്ങളുടെ. ഞങ്ങളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൊടി അടിച്ചു കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പടുതയിലേക്ക് ചെടികളിലൊക്കെ കാണുമ്പോൾ അറിയാം. എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അധികാരികൾ എന്തെങ്കിലും അറിയിച്ചിരിക്കുന്നു. പൊടിശല്യം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ഥിരം സംഭവമാണെന്നും വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്ത് ഭരണസമിതി CSR ഫണ്ട് ഉപയോഗിച്ച് സഹാറ കമ്പനിക്ക് കൊടുത്ത ഈ പണി വളരെ ദീർഘകാലം ആ പ്രവർത്തികൾ മുടങ്ങി കിടക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ തദ്ദേശീയവാസികളായി ഇവിടെ ജീവിക്കുന്ന നിരവധി പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ സംഗതി എന്തുകൊണ്ടും ശ്വാസതടസ്സം പോലുള്ള രോഗങ്ങളും അടുത്തുള്ള വീട്ടുകാർക്ക് അസുഖം മൂലം ഈ പൊടിയെല്ലാം ശ്വസിച്ചുകൊണ്ടുള്ള അസുഖം മൂലം എന്നും ആശുപത്രിയെ സമീപിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി ഇതിന് പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും എന്നാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. പ്രദേശത്തെ ക്വാറിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡ് പണിയിൽ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരാരും മേൽനോട്ടം വഹിക്കുന്നില്ലെന്നും നിർത്തിവെച്ച റോഡ് പണി പുനരാരംഭിക്കുമ്പോൾ ഫണ്ട് പഞ്ചായത്തിന് കൈമാറി ശാസ്ത്രീയമായ രീതിയിൽ പൂർത്തീകരിക്കുകയാണ് വേണ്ടതെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ പാഞ്ഞാൽ പൈങ്ങളം ആലഞ്ചോട് റോഡുമായി ബന്ധപ്പെട്ട് റൈറ്റ് വിഷൻ ചാനൽ വന്ന വാർത്ത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അടിയന്തരമായി തന്നെ പഞ്ചായത്തിലെ UDFന്റെ മെമ്പർമാർ ഇന്ന് കാലത്ത് ഈ പ്രദേശത്തെ റോഡ് സന്ദർശിക്കുകയും ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്തു. ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്ക ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് പണിയെന്ന് എന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ ഈ CSR ഫണ്ട് ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥന്മാരോ കരാറുകാർ ഇവിടുത്തെ പ്രാദേശിക ക്രഷർ മുതലാളിമാർ മാത്രമാണ്. ഈ ഫണ്ട് പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ കൃത്യമായി ഇതിൻ്റെ സൈഡ് സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പൂർത്തീകരിക്കാൻ പാടുള്ളൂ. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഒരു പഞ്ചായത്ത് ഭരണസമിതി അവരെ നിത്യേന രോഗികളാക്കി മാറ്റുന്ന സംവിധാനത്തിലേക്കാണ് ഇവിടുത്തെ
റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MP ഗിരിജാവല്ലഭൻ, PM മുസ്തഫ, KK ഫസലു, റഫീഖ് പാറപ്പുറം, TH ഷെരീഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954.